നമസ്കാരം. പ്രധാന വാർത്തകൾ. വിൻഡോസ് തകരാർ. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ റദ്ദാക്കി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറായതിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും 5 വിമാനങ്ങൾ ഇന്നും റദ്ദാക്കി. മുംബൈ, ഭുവനേശ്വർ, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള ഇൻഡിഗോ വിമാനങ്ങളും ഉച്ചയ്ക്ക് 11:20 മുംബൈ വിമാനവുമാണ് റദ്ദാക്കിയത്. വിൻഡോസിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്ത്യയിൽ വ്യോമയാന മേഖലയിലുണ്ടായ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. 200-ലധികം വിമാനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ റദ്ദാക്കിയത്. ഇതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡൽഹി വഴി കേരളത്തിലേക്കുള്ള യാത്രക്കാരും ഡൽഹി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലാത്തിയയിൽ മലയാളി വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. വടക്കൻ യൂറോപ്പിലെ ലാത്തിയയിൽ മലയാളി വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇടുക്കി ആനച്ചാക്കൽ അറക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോയെയാണ് കാണാതായത്. ലാത്തിയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിപ്പോവുകയായിരുന്നു. മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിനായി 8 മാസം മുമ്പാണ് ആൽബിൻ ലാത്തിയയിലേക്ക് പോയത്. കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് ആൽബിന്റെ വീട്ടുകാരെ വിവരം അറിയിച്ചത്. ആൽബിനായി തെരച്ചിൽ തുടരുന്നുണ്ടെന്നാണ് ലാത്തിയയിൽ നിന്ന് കിട്ടിയ വിവരമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ യാത്രക്കാരന് കുത്തേറ്റു. കോച്ചിനുള്ളിൽ സ്ത്രീകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തയാൾക്കാണ് കുത്തേറ്റത്. ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് കുത്തിയത്. ആലപ്പി കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. പയ്യോളിക്കും വടകരയ്ക്കും ഇടയിൽ വെച്ചാണ് അക്രമമുണ്ടായത്. അക്രമിയെ RPF കസ്റ്റഡിയിലെടുത്തു. അക്രമി മദ്യലഹരിയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. മുറിവ് സാരമല്ലാത്തതിനാൽ കുത്തേറ്റ യാത്രക്കാരൻ കണ്ണൂരിലേക്ക് യാത്ര തുടർന്നു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ. 14-കാരൻ കോഴിക്കോട് ചികിത്സയിൽ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. മലപ്പുറം സ്വദേശിയായ 15 വയസ്സുള്ള കുട്ടി രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യവകുപ്പ് നിപ്പ പ്രോട്ടോകോൾ പാലിക്കാൻ നിർദ്ദേശം നൽകി. നിപ്പ വൈറസ് ആണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനാ ഫലം നാളെ വന്നേക്കും. നിപ്പ ബാധ സംശയിക്കുന്ന സ്ഥലത്ത് ജാഗ്രത പാലിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശനമായി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു പനി, ഛർദി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി കുട്ടിയെ മലപ്പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് രോഗം മൂർച്ഛിച്ചപ്പോൾ കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രാഥമിക പരിശോധനയിൽ നിപ്പ ബാധയെന്ന് സംശയം തോന്നിയതിനെ തുടർന്നാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്കായി സ്രവം അയച്ചത്. അർജുനായി തെരച്ചിൽ പുരോഗമിക്കുന്നു. മംഗളൂരുവിൽ നിന്ന് റഡാർ എത്തി. കർണാടകയിലെ ശിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് മംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിച്ചു. മണ്ണിടിച്ച സ്ഥലത്തും പുഴയിലും ഉടൻ പരിശോധന നടത്തും. സൂറത്കൽ NITയിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുക. ദൗത്യം ദുഷ്കരമാണെന്നും ലോറിക്ക് അടുത്തെത്താൻ 100 മീറ്റർ മണ്ണ് മാറ്റേണ്ടി വരുമെന്നുമാണ് സൂചന.